ചേട്ടാ, ഈ ചീഫ് സെക്രട്ടറി ജയതിലക് IAS അല്ലേ? മൂപ്പരുടെ കളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മൂപ്പര് മുഖ്യമന്ത്രിനേക്കാളും വലിയ ആളാണെന്ന് തോന്നൂലോ. സത്യത്തിൽ അതാണോ? അല്ല, അങ്ങനെ ഒരു കൈകടത്തൽ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്കൊരു കോമൺ സെൻസ് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. പ്രീത, ഇത് നമ്മൾ ഈ ഒരു സാധനം കൂട്ടി വായിക്കുമ്പോൾ EK നായനാരുടെ മന്ത്രിസഭ അവസാന കാലം ഈ കെട്ടുപൊട്ടുന്ന ഈ നമ്മളെ കെട്ടുപൊട്ടി പോകുന്ന നമ്മുടെ പട്ടം അറിയാം. നമ്മൾ പട്ടം പറത്താൻ പോകും, നാട്ടുമ്പുറത്തൊക്കെ പട്ടം പറത്തും. അപ്പൊ കെട്ടുപൊട്ടുന്ന പട്ടം എവിടെയൊന്നില്ലാതെ അങ്ങ് പോകും. അപ്പൊ അത്തരത്തിൽ കെട്ടുപൊട്ടിയ ഒരു പട്ടം പോലെയാണ് അന്ന് നായനാരുടെ ഭരണം പോയത്. അതുപോലെ എല്ലാ ബഹുമാനത്തോടെയും പറയുന്നു, പിണറായി വിജയന്റെ ഭരണം കെട്ടുപൊട്ടിയ പട്ടമായി. കാരണം മുഖ്യമന്ത്രിക്ക് കീഴിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് കീഴിലോ ആകുന്നു അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ മാത്രമേ ഉള്ളൂ ചീഫ് സെക്രട്ടറി. അല്ലാതെ ചീഫ് സെക്രട്ടറി ഇവർ ആരെക്കാളും മേളിലൊന്നും വരുന്നില്ല. അപ്പോ ഒരു ചെറുപ്പക്കാരനായ വളരെ വൈബ്രന്റായ ഒരു ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന പ്രശാന്ത് എന്ന് പറയുന്ന ഒരു IAS ഓഫീസർ, എന്താ അദ്ദേഹത്തിനുള്ളൊരു കുഴപ്പം? അവർക്ക് IAS, നമുക്ക് ആദ്യം വേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിലൊരു ഐക്യം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റിന്റെ കഴിവാണ്. ഇപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഈ കമ്പനിയുടെ ഉടമ ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തായാലും കമ്പനി ഉടമയുടെ മേലിലൊന്നും ആവില്ല. അല്ല, കമ്പനി ഉടമ അയാൾ തന്റെ മേലിലാകുന്നുണ്ടോ എന്ന് നോക്കി അടിച്ചിരുത്തും. അതുപോലെ പിണറായി വിജയൻ അടിച്ചിരുത്തേണ്ട സമയം കഴിഞ്ഞ് ഈ ഉദ്യോഗസ്ഥരെ. അതുമല്ല, നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന പൊസിഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് സ്വയം ബോധ്യം വേണമല്ലോ. കറക്റ്റ് ആണോ പറയുന്നത്? ഇല്ലേ, നമ്മൾ എവിടെ ഇരിക്കുന്നു, നമ്മളെ എന്താണ്, ആദ്യം നാം എന്താണെന്ന് സ്വയം ഒരു ബോധ്യം വേണം. എനിക്ക് എൻ്റെ എന്ത് കുറവുകളുണ്ട്, എന്ത് കൂടുതലുള്ളതിനേക്കാളും ചിന്തിക്കേണ്ടത് എന്ത് കുറവുകളെന്നാണ്. ഈ കുറവുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ പെരുമാറുമ്പോൾ. നമ്മുടെ കുറവുകൾ മറ്റുള്ളവർ പെട്ടെന്ന് പിടിക്കില്ല. ഇത് ഇദ്ദേഹത്തിന്റെ ബലഹീനത ഇതാ വെളിവായി കഴിഞ്ഞു. രണ്ടാമതൊരു തവണ കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ ഉദ്യോഗസ്ഥർ അളന്നു കഴിഞ്ഞു. ഞാൻ എത്രയോ തവണ പ്രജിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പ്രജി, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഞങ്ങൾക്കറിയാം ഈ ഉദ്യോഗസ്ഥരെയൊക്കെ, ഞങ്ങൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്തവരാണ്, ഞങ്ങൾ അവരെ അടച്ചാക്ഷേപിക്കുന്നൊന്നുമല്ല, അവർക്കറിയാം, അവർ ബുദ്ധിയുള്ളവരാണ്. ഒരാളെ കണ്ട അവർക്കറിയാം. ഈ ബുദ്ധി എന്ന് പറയണത് ഏത് രീതിയിൽ പ്രയോഗിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം. ചാണക്യൻ പറയുമല്ലോ, ചാണക്യ സൂത്രങ്ങൾ എന്ന് പറയും. ചാണക്യ സൂക്തമാണോ? സൂക്തം. ചാണക്യ സൂക്തമല്ലേ? സൂക്തം എന്നല്ലേ പറയുന്നത്? സൂക്തം. അപ്പൊ ചാണക്യൻ എന്ന് പറയുന്ന ബുദ്ധിശാലി എങ്ങനെയാണ്? പ്രയോഗിക്കേണ്ട സ്ഥലത്ത് പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും വളച്ചു കിട്ടണ്ട, പറയേണ്ട ഇത്ര കാര്യമേ ഉള്ളൂ. അതായത് ഈ പറയുന്ന പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തു, സാമൂഹ്യ മാധ്യമത്തിലൂടെ തന്റെ മേലുദ്യോഗസ്ഥനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്തു. അതിനൊരു റിവ്യൂ കമ്മിറ്റി ഉണ്ടാകും. ഈ റിവ്യൂ കമ്മിറ്റിയിൽ വേണ്ട ആൾക്കാരെ പോലും ശരിക്കും ഉൾപ്പെടുത്തിയിട്ടില്ല. ശാരദാ മുരളീധരൻ എന്ന പഴയ ചീഫ് സെക്രട്ടറി April 3 ചേർന്ന റിവ്യൂ കമ്മിറ്റിയിൽ ഇദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത് ഇദ്ദേഹത്തെ ആക്കിയിരുന്നു. ഏപ്രിൽ മാസത്തിൽ ശാരദാ മുരളീധരൻ അവിടുന്ന് പോയി, അവരുടെ സർവീസിൽ നിന്ന് പോയി. ദെൻ വന്നത് ജയതിലകാരൻ. ജയതിലക് ശരിക്കും ആ റിവ്യൂ കമ്മിറ്റിയിൽ വേണ്ട ആൾക്കാരെ എത്ര പേരാണോ വേണ്ട അവരെ ഉൾപ്പെടുത്തിയില്ല. ഇപ്പൊ അതിൽ പറഞ്ഞിരുന്ന പേരിൽ വിഷ്ണു സിൻഹ എന്ന ഓഫീസറും KR ജ്യോതിലാലും ഒക്കെ ആയിരുന്നു. ഇതിനൊന്നും ആ കമ്മിറ്റിയിൽ, റിവ്യൂ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. അദ്ദേഹം തന്നെ ജഡ്ജിയായി. അദ്ദേഹം കുറ്റാരോപിതനാണെങ്കിൽ അദ്ദേഹം തന്നെ ജഡ്ജിയായി. ജയതിലക് തന്നെ ജഡ്ജിയായി. അതായത് ഈ ജയതിലക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് പ്രശാന്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് വലിയ പകയുണ്ട്. ആ പകയുടെ ബാക്കി പത്രമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു നാണം കെട്ട ഇടപാടാണ്. കാരണം പക ഇങ്ങനെയല്ല തീർക്കേണ്ടത്. ഇത് ഇപ്പോ എല്ലാവർക്കും വ്യക്തമാണ്. ഈ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഓരോ കൊച്ചുകുഞ്ഞിനും എന്ന് പറയുന്നത് പോലെ വ്യക്തമാണ്. ഇതിനെ പിന്നോട്ടുള്ള കഥകൾ അന്വേഷിച്ചു പോയാൽ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മാതൃഭൂമിയെ കൂട്ടുപിടിച്ചൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നു, പ്രശാന്ത് IASനെതിരെ അത് കൊടുക്കുന്നു. പ്രശാന്ത് IASും ചില കാര്യങ്ങളിൽ കൈവിട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇല്ല എന്ന് നമുക്ക് അടച്ചു പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, വളരെ ക്ലീനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചില പിടിവാശികൾ അവിടെയും ഉണ്ടായി. പക്ഷേ ആ പിടിവാശികൾ ശാരദാ മുരളീധരനുമായി ചേർന്നുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുകയും അവസാനം ഇദ്ദേഹം വരുമ്പോ പിന്നെയും ഈ വിഷയം കുത്തിപ്പൊക്കാണ്. അതെ, തീർച്ചയായിട്ടും. അല്ല, ഇതില് ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല. അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. ആ പരാതിയുടെ പരാതിക്കാരന് അതിന്റെ ജഡ്ജും അദ്ദേഹം തന്നെയായി.
ഇപ്പൊ ജയതിലകിനെ ഇതിന്റെ കൂട്ടത്തിൽ സർക്കാർ നിയമിച്ചിരുന്ന ജയതിലകിനോടൊപ്പം രാജൻ കൊബ്രഗഡെ എന്ന മറ്റൊരു IAS ഓഫീസറെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഉത്തരവായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഉത്തരവിന് കാറ്റിൽ പറത്തിയിരിക്കുക. മുഖ്യമന്ത്രിയുടെ ഉത്തരവിന് ഒരു വിലയില്ല എന്ന് ആയിരിക്കുമോ ചേട്ടാ? മുഖ്യമന്ത്രിക്ക് ജയതിലകിന് ആവശ്യമുണ്ട്. ജയതിലകിന്റെ ചെയ്ത്തിന് മുഖ്യമന്ത്രി മൗനാനുവാദം കൊടുത്തതാണെങ്കിൽ അത് മറ്റൊരു വശം. ഇത് പറയുന്ന മറ്റൊരു വശം. മുഖ്യമന്ത്രിക്ക് ജയതിലകിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് ജയതിലകിന് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. ജയതിലക് പറഞ്ഞാലും ശരി എന്താന്നുള്ള ചെയ്തോളൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥ. കാര്യം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ മന്ത്രിക്ക് താഴെ വരത്തുള്ള ഈ ഉദ്യോഗസ്ഥരൊക്കെ അല്ലെ, മന്ത്രിക്ക് താഴെ വരത്തുള്ളൂ. അപ്പോൾ ഇതില് കേന്ദ്ര സർക്കാർ ശരിക്കും പറഞ്ഞാൽ അനുമതി നൽകിയിട്ട് പോലുമില്ല. എങ്ങനെ ഈ പറയുന്ന രീതിയിൽ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടണമെന്നുള്ള ഇവരൊക്കെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ്. കേന്ദ്ര സർക്കാരാണ് ഇവരെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. നമ്മൾ ഇന്നലെയും പറഞ്ഞ IPS കാര്യം. അപ്പൊ കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ടിട്ടില്ല. കേന്ദ്ര സർക്കാർ അതിനുള്ള അനുമതി കൃത്യമായി നൽകിയിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊക്കെ അദ്ദേഹം മൂടി വെച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ജനാധിപത്യ വ്യവസ്ഥയിൽ മന്ത്രിസഭ, അതിന് താഴെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള IAS ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഗവൺമെന്റിനെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത് അല്ലെ, ഗവൺമെന്റിനെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഇവിടെ എന്ത് ഭരണവ്യവസ്ഥയാണുള്ളത്? ഇവിടെ നേരെ അല്ല, ഇവിടെ എല്ലാം നടക്കുന്നത് മൊത്തമായിട്ട് നമ്മളെല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ പറയുന്നത് ഇവിടെ ഒന്നും കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ഉദ്യോഗസ്ഥർ പറയുന്നത് മന്ത്രിമാർ അനുസരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇല്ലേ? പല വകുപ്പുകളിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണല്ലോ. പല വകുപ്പുകളിലും കൈകടത്തലുകൾ ഉണ്ടായി പല ഉദ്യോഗസ്ഥരെയും മാറ്റുകയും മറ്റും ചെയ്യുമ്പോൾ ആ വകുപ്പ് മന്ത്രിമാരറിയുന്നില്ല. നമ്മൾ അശോക് സാറിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വകുപ്പ് സെക്രട്ടറിയെ മാറ്റിയപ്പോൾ ബി അശോക് എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള IAS ഓഫീസർ, അദ്ദേഹത്തിനെ മാറ്റിയത് മന്ത്രി പ്രസാദ് അറിഞ്ഞു പോലില്ല. അതെ, അതുപോലുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ട്രൈബ്യൂണലിന് അദ്ദേഹം പരാതി കൊടുത്തു IASന്റെ. അതിനവസ്ഥ അത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നാണം കെട്ട് നാറി അദ്ദേഹത്തിന് തിരിച്ചവിടെ കൊണ്ടിരുത്തേണ്ടി വന്നു. അല്ല, ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹൈജാക്കഡാണ്. ഒരു പറ്റം ഇപ്പോ ഏത് നിർമ്മാണ പ്രവർത്തനം വന്നാലും ഊരാളുകളുണ്ട് പോകും അല്ലെ. പിന്നെ മറ്റൊരു കാര്യം ചേട്ടൻ ശ്രദ്ധിച്ചിട്ടില്ല, ഈ നവകേരള സദസ് പിന്നെ കേരളീയം ഇതിനൊക്കെ വേണ്ടി ഫണ്ട് പിരിക്കുന്നത് എവിടെയാ? ഈ ഫണ്ട് പിരിക്കുന്നത് എന്തെങ്കിലും ഒരു തട്ടുകേടൊക്കെ വന്ന് പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്ന ഒളിമറവിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവർക്കെതിരെ നടപടി എടുക്കാൻ പോലും സർക്കാരിന് കഴിയാത്തൊരവസ്ഥയായിട്ടില്ലേ? അതെ, ഈ ഉദ്യോഗസ്ഥര് പോലും പോയിട്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് ഫണ്ട്. നിങ്ങൾ ഇത് ചെയ്യുന്നില്ല, ഈ കാര്യം അടക്കുന്നില്ല, ടാക്സ് ആയിരിക്കും ഒരുപക്ഷെ ടാക്സ് അടക്കുന്നത്. ശരി, നിങ്ങൾ ടാക്സ് അടക്കണ്ട, പക്ഷെ മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് നിങ്ങൾ ഫണ്ട് തന്നെ. അപ്പൊ ആ ഒരു ഫണ്ട് കൊടുക്കുമ്പോ ഇല്ലേ, ടാക്സ് അടച്ചാൽ വർഷാവർഷം അടക്കണം എന്ന് പറഞ്ഞാലേ ഈ ഫണ്ട് കൊടുക്കുമ്പോ ഇതിനേക്കാൾ അവർക്ക് സെക്യൂർ ആണ്. കാരണം അവരുടെ ബാക്കിയുള്ള എല്ലാ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥരെ കണ്ണടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ എവിടെയാണ് ഈ മന്ത്രിക്ക് താഴെ ഉദ്യോഗസ്ഥരും ചേട്ടൻ പറയുന്ന പോലെ വന്നിട്ട് കൃത്യമായ ഒരു നിർവഹണം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇവർക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് ഇവരെയൊക്കെ പേടിയാണ്. മുഖ്യമന്ത്രിക്ക് തന്നെ പലപ്പോഴും അറിയുന്നില്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ പോലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോലും എന്താ നടക്കുന്നത് എന്നുള്ളത്. അല്ല, ഇതിലിപ്പോ ജയതിലക് എന്ന് പറയുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ, IAS തലത്തിൽ സീനിയർ ആയിട്ടുള്ള ആളാണ് അവർ ചീഫ് സെക്രട്ടറി ആക്കുന്നത്. ഈ ഉദ്യോഗസ്ഥൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് സർക്കാർ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിനോടൊപ്പം ആ റിവ്യൂ കമ്മിറ്റിയിൽ രാജൻ കൊബ്രഗഡെ എന്ന IAS ഓഫീസറെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് പ്രശാന്തിന്റെ കേസ് സോൾവ് ചെയ്തിട്ട് വേണ്ട എന്നുള്ള നിങ്ങൾ തീരുമാനിക്കും. ഏപ്രിൽ 30 ശാരദാ മുരളീധരൻ റിട്ടയർ ആയി പോകുമ്പോൾ ഏപ്രിൽ 23 ഇദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ശാരദാ മുരളീധരൻ എഴുതി കൊടുത്തിട്ടാ പോയെ. എന്നിട്ട് അതുപോലും ഇവർ ചെയ്തിട്ടില്ല. ഏപ്രിൽ 30 മാഡം ജയതിലക് ഉള്ളിടത്തോളം ഈ വിഷയം നീണ്ടുപോകും. പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നമ്മുടെ ഭരണവ്യവസ്ഥയിൽ നാം ഇന്ന് വരെ കാണാത്തതായിരുന്നു ഈ പറയുന്ന രീതിയിൽ ഒരു ഹിന്ദു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു IAS ഓഫീസർ. ഇതിന് അദ്ദേഹത്തിന് നിരുപാധികം സർവീസ് തിരിച്ചു കയറ്റി. അപ്പൊ അവിടെയും ഗ്രൂപ്പിസം ഉണ്ട്. അപ്പൊ IAS തലത്തിൽ ഭരണതലത്തിൽ പുഴുക്കുത്ത
ഈ സർക്കാരിന്റെ ഭരണതലത്തിൽ രണ്ടാമതൊരു ടേം കൂടെ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ AAP വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ ഈ ബ്രൂവറി വിഷയം. ഇവിടെ ബ്രൂവറിക്ക് പാലക്കാട് വന്നിരിക്കുന്ന മാന്യന്മാരാണ് അവിടെയും ബ്രൂവറിക്ക് വന്നേക്കുന്നത് അല്ലെ. മദ്യത്തിന്റെ അഴിമതി, അതൊരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തൊരു പാർട്ടി ആയിട്ട് പോലും അവർ കുരുങ്ങി. അപ്പൊ ഇതിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങുന്ന സംഘം ഈ രണ്ടാമത് ഗവൺമെന്റിന് കേവലമൊന്നല്ല, ജനാധിപത്യ വ്യവസ്ഥയിൽ മന്ത്രിക്ക് താഴെ മാത്രം നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭരണത്തിലെ പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെ നമുക്കിത് അങ്ങനെ തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും.